റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് ആണ്. അപ്പോൾ y മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് വരിക. ഇനി ബി വൈ എക്സ് കാണുന്നത് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ. ഈ സ്ക്വയർ എക്സിന് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കണം, മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ സിഗ്മ എക്സ് കണ്ടതിന് ശേഷമാണ് സ്ക്വയർ ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ്. ഇതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ഉണ്ട്. അതിലുള്ള വ്യത്യാസം ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. ബി എക്സ് വൈ എന്നുള്ളതിൽ മുകളിൽ ഇതേ സെയിം ആണ്, പക്ഷെ താഴെ വൈ സ്ക്വയറും സിഗ്മ വൈ ഹോൾ സ്ക്വയറും ആണ്. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, അങ്ങനെയാകുമ്പോൾ തെറ്റിപ്പോകില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എക്സ് ഓൺ വൈ ആകുമ്പോൾ ഫോർമുല എന്താണെന്നുള്ളത് ആലോചിക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രേ തരുള്ളൂ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് വീണ്ടും എടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഇനി എക്സ് വൈയുടെ ഒരു കോളം വേണം, വൈ സ്ക്വയറിൻ്റെ ഒരു കോളം വേണം. എക്സ് ഓൺ വൈ ആയതുകൊണ്ടാണ് വൈ സ്ക്വയർ വരുന്നത്. വൈ ഓൺ എക്സ് ആയിരുന്നെങ്കിൽ അവിടെ എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇതിൽ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ആ ഇക്വേഷൻ ഓർക്കുക, എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറുമാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഓഫ് എക്സിൻ്റെ സീരീസ്, വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഓഫ് വൈ സീരീസ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം ഇതിൻ്റെ സമ്മ് വേണം. എക്സിൻ്റെ സമ്മ് 23, വൈയുടെ സമ്മ് 20 ആണ്. അത് വെച്ചിട്ട് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുകയാണ്. എക്സ് ബാർ 23/5, 5 നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 5 ഒബ്സർവേഷൻസ് ആയിരുന്നു, 5 ഡാറ്റ ആയിരുന്നു. അതുകൊണ്ട് ബൈ n നമുക്ക് 5 ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ വൈ ബാറും നമ്മൾ കണ്ടുപിടിക്കുന്നു, ഒന്ന് 4.6ഉം ഒന്ന് 4ഉം. ഓക്കെ, ഇനി നമ്മളവിടെ എക്സ് വൈ എന്നുള്ളൊരു കോളും വൈ സ്ക്വയർ എന്നുള്ളൊരു കോളം ഉണ്ട്. നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാറാണ്. ഇതിലേക്ക് നമുക്ക് ബി എക്സ് വൈ കണ്ടുപിടിക്കണം. ബി എക്സ് വൈയുടെ ഫോർമുല ഇതാണ്, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ എക്സ് വൈ നമ്മളൊരു കോൾ അവിടെ കണ്ടുപിടിക്കുന്നതിൻ്റെ ടോട്ടൽ സമ്മാണ് നമുക്ക് സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സിഗ്മ എക്സ് 23, സിഗ്മ വൈ 20. വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ അതെങ്ങനെ വന്നെന്ന് കിട്ടും. സിഗ്മ വൈ അതായത് വൈ സ്ക്വയറിൻ്റെ ഒരു കോളം കണ്ടുപിടിച്ചിരുന്നു, അതിൻ്റെ ടോട്ടലാണ് 110 എന്ന് പറയുന്നത്. സിഗ്മ വൈ എന്ന് പറയുന്നത് 20, സിഗ്മ വൈ 20 ആണ്. 20യുടെ സ്ക്വയർ 400. ഓക്കെ, ഇത് കിട്ടി. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ ഇപ്പോൾ ബി എക്സ് വൈ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടെ എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് 4.6 കൊടുത്തു, ബി എക്സ് വൈ 0.73 കൊടുത്തു, വൈ മൈനസ് വൈ ബാറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 കൊടുത്തു. എന്നിട്ടൊന്ന് റീ അറേഞ്ച് ചെയ്തു, കാരണം എക്സും വൈയും ഇവിടെ ഉണ്ട്. ബാക്കി ഇക്വേഷൻസ് അപ്പോൾ എക്സ് ഈക്വൽ ടു ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതണം, അത്രേ വേണ്ടു. ഇനി വൈ ഓൺ എക്സ് ആണെന്ന് ചോദിച്ചിരിക്കുന്നെങ്കിൽ നമുക്കതിനെ വൈ ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതണം. അതായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ റിഗ്രഷൻ ലൈൻ ചോദിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒരു കാര്യം അറിയാനുള്ളത് ഇതാണ്, റിലേഷൻ ബിറ്റ്വീൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 6 ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റാണ് ഈ ബി വൈ എക്സും ബി എക്സ് വൈയും. അത് തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്, ബി എക്സ് വൈ ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. സിഗ്മ എക്സും സിഗ്മ വൈയും കാണേണ്ടത് എങ്ങനെയാണെന്ന് കോറിലേഷൻ പഠിക്കുന്ന സമയത്തും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന സമയത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നിലധികം ഫോർമുലകളുണ്ട്, നമുക്ക് പറ്റുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഏതാ ഫോർമുല വെച്ചാൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കോറിലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം റിഗ്രഷൻ കണ്ടുപിടിക്കാൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഇതിലേത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യച്ചാൽ അതുപോലെ. അപ്പോൾ സിഗ്മ എക്സും സിഗ്മ വൈ അവിടെ കണ്ടുപിടിക്കാണ്ട് ഓൾറെഡി നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ ഏതൊക്കെ കോളമാണ് അവിടെ വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഈ ഒരു ഫോർമുലയാണ് അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്.